കേരളം മാറുകയാണ്, ഇല്ലെങ്കിൽ മാറാൻ തുടങ്ങുകയാണ്. നാളിതുവരെ നമ്മളുടെ ദേശീയ രാഷ്ട്രീയം വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ നാം തെക്കോട്ട് സഞ്ചരിച്ചിരുന്ന നേരമാണ്. കാരണം കേന്ദ്രത്തിൽ ആര് അധികാരത്തിൽ വരുന്നു അവർക്ക് ഓപ്പോസിറ്റുള്ളവരെ തിരഞ്ഞെടുത്ത് വിടുകയും അതിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മൾ. പക്ഷേ അത് മാറി തുടങ്ങുന്നു. ഈ അടുത്ത കാലത്ത് നടന്നൊരു സർവേയിൽ കേരളത്തിലെ 35% പേർ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു. ഇതിനർത്ഥം നാളെ BJP 20 സീറ്റും നേടുമെന്നല്ല. BJP ഇവിടെ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ BJPക്ക് വോട്ട് കൂടുക തന്നെ ചെയ്യും. അതിന് പ്രധാന കാരണം നരേന്ദ്രമോദി തന്നെയാണ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും. ഒരുപക്ഷെ ആ വോട്ട് ചെയ്യുന്നവരൊന്നും നാളെ BJPക്ക് വേണ്ടി കൊടി പിടിക്കാനോ പോസ്റ്റ് ഒട്ടിക്കാനോ വന്നില്ലെന്ന് വരാം. പക്ഷേ BJPക്ക് ഒരു വോട്ട് ബാങ്ക് അത് സൃഷ്ടിച്ചെടുക്കുക തന്നെ ചെയ്യും. കാരണം ഇന്ന് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കളായി കേരളത്തിൽ 1.25 കോടി പേരാണുള്ളത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് തന്നത് കേന്ദ്ര സർക്കാരാണെന്ന് വ്യക്തമായ ചിത്രവുമുണ്ട്. അതല്ലാതെ പേര് മാറ്റി ഇനി ആളുകളെ പറ്റിക്കാന്നുള്ള ഗിമ്മിക്കുകൾ നടക്കില്ല. കാരണം അത്രത്തോളം ശക്തമാണ് സോഷ്യൽ മീഡിയകളും മറ്റു മാധ്യമങ്ങളുമൊക്കെ. എന്തിനേറെ പറയുന്നു, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ജീർണത അറിയണമെങ്കിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ അല്ലെങ്കിൽ അവരുടെ കമ്പനിക്കെതിരെ വന്ന ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൽ ആകെ പ്രതികരിക്കാനുണ്ടായത് മാത്യു കൊളനാടൻ എന്ന ഒരേ ഒരു നേതാവ് മാത്രമാണ്. മറ്റുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് പോവുകയാണ് ഉണ്ടായത്. ഇത്തരത്തിലൊരു പ്രതിപക്ഷമാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ 2024 കഴിഞ്ഞ് ആ പ്രതിപക്ഷത്തിന് വലിയ സ്കോപ്പ് ഈ കേരളത്തിലുണ്ടാകില്ല. അപ്പോൾ ചോദിക്കും, ഭരണപക്ഷം തന്നെ വീണ്ടും തുടരുമോ എന്ന്. സാധ്യതയില്ലാതില്ല. പക്ഷേ ഭരണപക്ഷം ചീഞ്ഞളിഞ്ഞ് ആകെ നാശമായിരിക്കുന്നു. ഏത് നിമിഷവും നിലം പതിച്ചേക്കാം. പക്ഷെ നിലം പതിക്കുമ്പോഴും താങ്ങി നിർത്തുന്ന ഇവിടുത്തെ ജനമാണ്. കാരണം അവർക്ക് പകരം വെക്കാൻ മറ്റൊന്നില്ല. പ്രതിപക്ഷത്തിലുള്ള പ്രതീക്ഷകൾ അവർക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി അത് വീണ്ടെടുക്കേണ്ട കടമ പ്രതിപക്ഷത്തിന് തന്നെയാണ്. ഏതായാലും ഇത്തവണ BJP കേരളത്തിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കും. പ്രതിപക്ഷത്തിന് പഴയതുപോലെ വലിയ വോയിസ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഭരണപക്ഷത്തിന് ജനം മടിച്ചാണെങ്കിലും ചിലയിടത്തൊക്കെ വോട്ട് ചെയ്തേക്കാം. കേരള രാഷ്ട്രീയം മാറി മറിയുന്നു. അതായത് UDF-നും LDF-നും ഇടയിൽ BJP ഇല്ലെങ്കിൽ NDA ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കുക തന്നെ ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ. അത് കേരളത്തിലെ BJPയുടെ തേരോട്ടം കണ്ടിട്ടോ നേതാക്കളെ കണ്ടിട്ടോ ആയിരിക്കില്ല. ദേശീയ തലത്തിൽ ഉയർന്നു വന്ന ആ ഒരു വികാരം കേരളത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. കാരണം മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന മലയാളികൾ രാവിലെ എഴുന്നേറ്റാൽ വടക്കോട്ട് നോക്കി ഇരിപ്പാണ് പതിവ്. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തു നടക്കും അവരെ കളിയാക്കുകയാണ് നമ്മുടെ പ്രധാന ഹോബി. എന്നിട്ട് നാം ഇടയ്ക്കിടയ്ക്ക് പറയും നാം പ്രബുദ്ധരാണ് എന്ന്. പണ്ട് ഗുജറാത്തിലൊരു പ്രതിമ സ്ഥാപിച്ചപ്പോൾ കാക്കതൂറാൻ പ്രതിമ സ്ഥാപിച്ചതിനെ കളിയാക്കിയവർ ഇന്ന് ടൂർ പോകുന്നത് ഗുജറാത്തിലെ സർദാർ പട്ടേൽ പ്രതിമ കാണാനാണ്. ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ എത്തുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു പ്രതിമ മൂലം. ഇവിടെ കാക്കതൂറുന്ന പ്രതിമ കണ്ട് മടുത്തവർക്ക് ഇതിലപ്പുറം ചിന്തിക്കാൻ കഴിയില്ല. അയോധ്യയിൽ ക്ഷേത്രം ഉയരുമ്പോൾ പലരും പറയുന്നത് ഒരു ക്ഷേത്രത്തിന് എന്തിനീ പുകല്, എന്തിനീ പ്രചരണമെന്ന്. ആ ക്ഷേത്രം മൂലം UP നേടാൻ പോകുന്ന വരുമാനം എത്രയെന്ന് എണ്ണിയാൽ ഇപ്പോൾ തീരില്ല. UP-യിലെ 87 കിലോമീറ്ററാണ് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഏക്കറല്ല, കിലോമീറ്റർ. ഇവിടെ അനവധി വലിയ അനവധി വലിയ ഹോട്ടൽ ശൃംഖലകൾ ഇപ്പോഴേ തന്നെ ഹോട്ടലുകൾ സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ചന്ദനത്തിരിയും കർപ്പൂരവും തുടങ്ങി അനവധി സാമഗ്രികൾ നിർമ്മിക്കാനുള്ള ചെറുകിട യൂണിറ്റുകൾ, ഗ്രാമീണർ ഇവരെല്ലാം എത്തിയിരിക്കുന്നു. ഇവരൊക്കെ വരുന്നത് കൊണ്ട് എന്ത് ഗുണമെന്ന് ചോദിച്ചാൽ നല്ല ഗുണമുണ്ട്. പട്ടിണി മാറുമെന്ന് വെച്ചാൽ മാറുക തന്നെ ചെയ്യും. 1-2 പേരുടെയല്ല, 10,000-കണക്കിന് പേർക്കാണ് അവിടെ തൊഴിൽ ലഭിക്കുന്നത്. ഹോട്ടൽ മേഖലയിൽ, ഈ തീർത്ഥാടനത്തിൻ്റെ ആ മേഖലയിലൊക്കെ. അതായത് ഈ അയോധ്യ ശ്രീരാമക്ഷേത്രം ഉയരുമ്പോൾ അത് ഇന്ത്യയിലുള്ള ഒരുപിടി ഹൈന്ദവരുടെ മാത്രമല്ല, ഇന്നിപ്പോൾ അത് മാറി മറിഞ്ഞിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള, അതായത് വിദേശികളായിട്ടുള്ളവർ പോലും ഈ രാമക്ഷേത്രത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. മൗറീഷ്യസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്തോനേഷ്യയും ജപ്പാനും ദക്ഷിണ കൊറിയയെ അടക്കം, തായ്വാനും തായ്ലൻഡും അടക്കം ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അതായത് ഹിന്ദുവിൻ്റെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് മുസ്ലിങ്ങൾക്ക് മക്ക പോലെ, ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം പോലെ ഹിന്ദുവിന് ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറുന്നു. ഹിന്ദുവിനെ സംബന്ധിച്ച് അനവധി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ശബരിമലയുണ്ട്, തിരുപ്പതിയുണ്ട്, പഴനിയുണ്ട്, വാരണാസിയുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഏകീകൃതമായി ഒന്ന് ആയി അയോധ്യ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് അയോധ്യയുടെ വികസനം നാം കാണേണ്ടത്. ഇപ്പോൾ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു അമ്പലമല്ല, ആ അമ്പലം കൊണ്ട് 10,000-ങ്ങളുടെ പട്ടിണി മാറ്റുന്ന രീതിയിലേക്കാണ് അവിടുത്തെ ബുദ്ധിയുള്ള സർക്കാർ മുൻപോട്ട് പോകുന്നത്. തീർന്നില്ല കാര്യങ്ങൾ അവിടെയും.
ഇതിനോട് ചേർന്ന് തന്നെ ഈ എഗ്രിമെൻ്റ് പ്രകാരം അവിടെ മുസ്ലിങ്ങൾക്കായൊരു മസ്ജിദ് നിർമ്മിക്കുന്നുണ്ട്. അവിടെ അതിനെതിരെ ഒരു വലിയ ക്യാമ്പയിൻ കേരളത്തിൽ നടന്നു. ആ മസ്ജിദിൽ ഒരു മുസ്ലിം നിസ്കരിക്കാൻ പോകരുതെന്ന്. അവിടെ ഈ പള്ളി കേരളത്തിലടക്കം വെറും മസ്ജിദ് മാത്രം കെട്ടി പൊക്കി, ഇല്ലെങ്കിൽ അമ്പലങ്ങൾ മാത്രം കെട്ടിപ്പൊക്കുന്നു നമുക്ക് അത് മനസ്സിലാകില്ല. പക്ഷേ അവിടുത്തെ മസ്ജിദിൻ്റെ പ്രത്യേകത എന്തെന്ന് കൂടി അറിയണം. അവിടെ ആ മസ്ജിദിനോടൊപ്പം വരുന്നത് വലിയൊരു മെഡിക്കൽ കോളേജാണ്. ആരെതിർത്താലും അവിടെ കുട്ടികളെത്തും പഠിക്കാനായി. ഒപ്പം തന്നെ വലിയൊരു ലൈബ്രറി, ഒപ്പം തന്നെ ഒരു കൺവെൻഷൻ സെൻറ്റർ, അങ്ങനെ അനവധി ഡെവലപ്മെൻറ്റ്സ് അവിടെ തന്നെ നടക്കുന്നു. അതായത് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, അനേകം പേർക്ക് വെളിച്ചമാകാനും ആ ആരാധനാലയത്തിനും കഴിയുന്നുണ്ട്. അതായത് നോർത്ത് ഇന്ത്യക്കാരൻ എന്ത് ചെയ്താലും അതിൽ നിന്ന് ആ സമൂഹത്തിന് കൂടി പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അവനോട് വരുമാനം ലഭിക്കത്തക്ക രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ ഇവിടെയാകട്ടെ എല്ലാം തച്ചു തകർത്താണ് നാം മുൻപോട്ട് പോകുന്നത്. ഇവിടെയും അനവധി ക്ഷേത്രങ്ങളുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഭരണം. ഒരു രാഷ്ട്രീയ ഒരു പൊതുമേഖലാ സ്ഥാപനം പോലെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റി പോലെയാണ് ഇവിടെ ദേവസ്വം ബോർഡ് കൊണ്ടു നടക്കുന്നത്. വളരെ പുരാതനങ്ങളായ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. ആ ക്ഷേത്രങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്താൽ അനവധി ഭക്തരും വിശ്വാസികളും ഒക്കെ എത്തും. അതിനാർക്കും താല്പര്യമില്ല. വിഗ്രഹങ്ങൾ തകരട്ടെ, വിപ്ലവം ജയിക്കട്ടെ എന്ന് പറഞ്ഞവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുകയും വയ്യ. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ മലയാളിക്ക് മതേതരത്വം എന്ന വാക്ക് മലയാളിയുടെ മനസ്സിൽ നിന്ന് പോയിട്ട് കാലമേറെയായി. ഇനി അതിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന സാധനങ്ങൾ എടുക്കാച്ചരക്കായി മാറിയിരിക്കുന്നു. ഏതായാലും മലയാളി മാറി ചിന്തിച്ചു തുടങ്ങും. ഈ തെരഞ്ഞെടുപ്പോട് കൂടി അത് കേരള രാഷ്ട്രീയത്തിന് വ്യക്തമാകും. ഈ മാറ്റം മുതലെടുക്കാൻ ഇവിടുത്തെ BJPക്കും കോൺഗ്രസിനും CPMനുമൊക്കെ കഴിഞ്ഞില്ല എങ്കിൽ അവർ പാടെ നിലംപരിശാകും. വേറെ ചില പുതിയ ശക്തികൾ ഉടലെടുത്തുവെന്നും വരാം. ഇത് ഞാൻ ന്യൂസിനെ വളർത്തുന്ന പോയിൻ്റ്. നന്ദി, നമസ്കാരം.